ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് AWS CLI വെച്ചിട്ട് IAM യൂസർ ഗ്രൂപ്പ് പോളിസിയൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ IAMൻ്റെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ റൂട്ട് യൂസർ വെച്ചിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂസറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാനായിട്ട് പറ്റും ഒരു യൂസർ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, ശ്യാം.കുമാർ എന്ന യൂസർ. അത് അഡ്മിൻ യൂസറാണ്. ആ യൂസർ വെച്ചിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ CLI എല്ലാം കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് AWS സ്പേസ് കോൺഫിഗർ സ്പേസ് ലിസ്റ്റിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ കോൺഫിഗറേഷൻ എനിക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ യൂസറിൽ നിന്നുകൊണ്ടാണ് ഞാൻ വേറൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെല്ലാം ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡും കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പോൾ AWS IAM ക്രിയേറ്റ് യൂസർ അതിൻ്റെ വിത്ത് CLI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടും. ഞാൻ ഓൾറെഡി അതിൻ്റെ URL എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ IAM സർവീസിനകത്ത് റിലേറ്റഡുള്ള എല്ലാ കമാൻഡുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണ് കമാൻഡ് വേണ്ടത് അതിൻ്റെ കയ്യിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ യൂസർ ക്രിയേറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റൈറ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമുക്ക് കിട്ടും. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെക്ക് ചെയ്യുക, ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ട് ചെയ്യുക. ഞാനപ്പോൾ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കമാൻഡുകളെല്ലാം ഞാനൊരു നോട്ട് പാഡിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ യൂസറൊന്നുമില്ല, അതേപോലെ പോളിസിയും ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് IAM ലിസ്റ്റ് യൂസർ അടിച്ചോ, ഏതൊക്കെ യൂസർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്യാംകുമാർ എന്ന് പറഞ്ഞ യൂസറിൽ നിന്നുകൊണ്ട് CLI വർക്കിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ലിസ്റ്റ് യൂസർ ശ്യാം.കുമാർ എന്ന് പറഞ്ഞ യൂസറാണുള്ളത്. നമുക്കിനി യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ IAM ക്രിയേറ്റ് യൂസർ നെയിം ജോൺ എന്ന് പറഞ്ഞ യൂസർ നെയിമാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റർ അടിക്കുക. അപ്പോൾ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, യൂസർ നെയിം വന്നു, യൂസറിൻ്റെ ARM വന്നു, ID വന്നു, എല്ലാം വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് പോളിസി, നമുക്കിപ്പോൾ യൂസർക്ക് പോളിസി അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ AWS IAM ലിസ്റ്റ് പോളിസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിസി എല്ലാ പോളിസിയും കാണാനായിട്ട് പറ്റും. ഒരുപാട് ലെങ്ത് ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ അത് കൊറി ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് IAM ലിസ്റ്റ് പോളിസി അടിച്ച് നമുക്ക് നോക്കാം. ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ കാണാം ഓരോ പോളിസി നെയിം, ആ പോളിസി റിലേറ്റഡുള്ള ARN എന്തൊക്കെ ഫുൾ ഡീറ്റെയിൽ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോളിസി നെയിം അറിയാവുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കൊറി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് യൂസർ ക്രിയേറ്റ് ആയി നോക്കാം. ഇപ്പോൾ ജോൺ എന്ന് പറഞ്ഞ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് പെർമിഷൻ ഇപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തല്ല, ഞാൻ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ പെർമിഷൻ അറ്റാച്ച് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ യൂസർക്ക് IAM റീഡ് ഓൺലി ആക്സസ് ആണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കൊറി ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ IAM ലിസ്റ്റ് പോളിസിയിൽ നിന്ന് കൊറി ചെയ്യുവാണ് പോളിസി. ആ പോളിസി നെയിം എന്തൊക്കെയാണ് വേണ്ടത്, ആ പോളിസി നെയിം കൊടുത്തു. അതിൽ നിന്ന് എന്തൊക്കെ ഷോ ചെയ്യണം, പോളിസി നെയിം, പിന്നെ അതിൻ്റെ ARN ആണ് എനിക്ക് ഷോ ചെയ്യേണ്ടത്. അത് ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, ARN കിട്ടി. ഞാനപ്പോൾ ആ ARN കോപ്പി ചെയ്തിട്ട് ഓൾറെഡി ഞാൻ എൻ്റെ കോഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജോൺ എന്ന് പറഞ്ഞ യൂസറിലേക്ക് ഈ പോളിസീനെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അറ്റാച്ച് യൂസർ പോളിസി, യൂസർ നെയിം ഏതാണോ അത് കൊടുക്കുക, പോളിസി ARN പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ പോളിസി അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ പോളിസി അറ്റാച്ച് കഴിഞ്ഞ് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ അതേപോലെ ഡിറ്റാച്ച് യൂസർ പോളിസി കൊടുത്തിട്ട് ആ പോളിസിയുടെ ARN കൊടുത്താൽ മതി, നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പോളിസി അറ്റാച്ച് ആയോ എന്ന് നമുക്ക് കൺസോളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ യൂസറിൽ ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ വന്നതിന് ശേഷം പെർമിഷനിൽ ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ IAM റീഡ് ഓൺലി ആക്സസ് എന്ന് പറഞ്ഞ പോളിസി അറ്റാച്ച് ആയിട്ടുണ്ട് യൂസറിൽ. നമുക്ക് വേണമെങ്കിൽ ഡിറ്റാച്ച് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ നോട്ട് പാഡിൽ നിന്ന് ആ കമാൻഡ് കോപ്പി ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് ഞാൻ ആ ARN പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഡിറ്റാച്ച് യൂസർ പോളിസി ഏത് യൂസറാണോ, ഏത് ARN പോളിസി ARN ആണോ ഡിറ്റാച്ച് ചെയ്യേണ്ടതെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിറ്റാച്ച് ചെയ്തു എൻ്റെ യൂസറിൽ നിന്ന് ആ പോളിസി. ഞാനിപ്പോൾ ഒന്നുകൂടി ആഡ് ചെയ്യുവാണ്. ഞാൻ എങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചതാണ്. ഇനി അടുത്തത് ഈ യൂസറിൽ അറ്റാച്ച് ചെയ്ത പോളിസി എല്ലാം കാണിക്കാനാണ് പറയുന്നത്. ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള പോളിസീസ് കാണിക്കാനാണ് ഈ പറയുന്ന ലിസ്റ്റ് അറ്റാച്ച്ഡ് യൂസർ പോളിസീസ്. ആ യൂസർ നെയിം ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ
ഏതൊക്കെ പോളിസീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ആകെ ഒറ്റ പോളിസി അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് ആ യൂസറിന് ആക്സസ് കീ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ IAM ക്രിയേറ്റ് ആക്സസ് കീ ഏത് യൂസറിനാണോ അപ്പോൾ യൂസർ നെയിം കൊടുക്കുക. ഇപ്പോൾ ആക്സസ് കീയും സീക്രട്ട് കീയും ക്രിയേറ്റ് ആയിട്ടുണ്ട്, അത് സേവ് ചെയ്ത് വെക്കുക. നമുക്ക് പിന്നെ എടുക്കാനായിട്ട് പറ്റത്തില്ല, സീക്രട്ട് കീ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സേഫായിട്ട് വെക്കുക എപ്പോഴും. ഇപ്പോൾ കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്, സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ വന്നു കഴിഞ്ഞാൽ ആ കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കീ ആഡായിട്ടുണ്ട്. ഇപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റിലാണ് ആ കീ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ജോണിന് യൂസർ കീ വെച്ചിട്ട് നമുക്ക് CLI കോൺഫിഗർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ പ്രൊഫൈൽ വെച്ചിട്ടാണ് കോൺഫിഗർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ശ്യാം എന്ന് പറഞ്ഞ യൂസറിൽ ഓൾറെഡി ഡിഫോൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോൺ എന്ന് പറഞ്ഞ പ്രൊഫൈൽ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ കീ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ AWS കോൺഫിഗർ സ്പേസ് പ്രൊഫൈൽ നെയിം, പ്രൊഫൈൽ കൊടുക്കുക. എന്നിട്ട് ഏത് നെയിമാണോ കൊടുക്കുന്നത് ആ നെയിം കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റർ അടിക്കുക. അപ്പോൾ ആ ജോൺ എന്ന് പറഞ്ഞ യൂസറിൻ്റെ ആക്സസ് കീയും സീക്രട്ട് കീയും അതേപോലെ ഏത് റീജിയനാണ് അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാൻ CLI ഞാൻ കോൺഫിഗർ ചെയ്തു ജോണിൻ്റെ ആക്സസ് കീ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് S3 LS അടിച്ച് നോക്കാം. ഈ ജോൺ എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് S3 LS അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ AWS S3 LS പ്രൊഫൈൽ ഏത് പ്രൊഫൈലാണോ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജോണിന് കൊടുത്തു. ഓക്കെ, ജോൺ എന്ന് പറഞ്ഞ പ്രൊഫൈൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കൊടുത്ത സ്പെല്ലിംഗ് മാറിപ്പോയി. അപ്പോൾ സെയിം നെയിം തന്നെ കൊടുക്കണം, JHON ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഒന്നും കൂടി കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആക്സസ് ഡിനെയാണ് S3 ബക്കറ്റ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല ജോൺ എന്ന് പറഞ്ഞ യൂസർക്ക്. IAM യൂസർ മാത്രമേ ഞാൻ IAM സർവീസ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അപ്പോൾ ലിസ്റ്റ് യൂസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ IAM ലിസ്റ്റ് യൂസർ പ്രൊഫൈൽ ജോൺ എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് 2 യൂസർ ലിസ്റ്റ് ചെയ്ത് കാണിക്കും, ജോണും ശ്യാംകുമാറും. നമുക്ക് ഒരു പോളിസി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. എന്നിട്ട് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ ഞാൻ ഓൾറെഡി ഞാൻ നിൽക്കുന്ന സെയിം ഡയറക്ടറി തന്നെ എനിക്കൊരു ഫയലുണ്ട്. ജസ്റ്റ് ഒരു JSON ഫോർമാറ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് EC2 മെസ്സറിയും ഫുൾ ആക്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കമാൻഡ് ലൈൻ CLI വഴി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സെയിം പാത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അത് കമാൻഡ് കോപ്പി ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് എ പോളിസി നെയിം എന്താണോ വേണ്ടത് അത് കൊടുക്കുക. പോളിസി ഡോക്യുമെൻറ്റിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെയിം ലൊക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ആ പാത്ത് തന്നെ കൊടുത്തു. എൻ്റർ അടിക്കുക. അപ്പോൾ ആ പോളിസി ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പോളിസിയുടെ ഡീറ്റെയിൽ എല്ലാം വരുന്നുണ്ട്. പോളിസി നെയിം, പോളിസി ID, ARN എല്ലാം ഉണ്ട്. ഇനി ഈ പോളിസി വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രൂപ്പ് നെയിം കൊടുക്കുന്നത് S3 യൂസർ എന്നാണ് ജസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് എ ഗ്രൂപ്പ് നെയിം എന്താണോ അത് കൊടുക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽ എല്ലാം താഴത്ത് കാണിക്കുന്നുണ്ട്, ഗ്രൂപ്പ് നെയിം, ARN എല്ലാം. നമുക്കൊന്ന് കൺസോളിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഗ്രൂപ്പിനകത്ത് വന്നതിന് ശേഷം റിഫ്രഷ് ചെയ്യുവാണ്. അപ്പോൾ S3 യൂസർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. യൂസറും പെർമിഷനും ആഡ് ആയിട്ടില്ല, നമുക്കിനി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗെറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്ത് നോക്കാം. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ആ ഒരു ഗ്രൂപ്പ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സെയിം തന്നെയാണ് നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടുന്നത്. അടുത്ത് നമുക്ക് ലിസ്റ്റ് ഗ്രൂപ്പ്സ് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടോ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് S3 യൂസർ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ വേറെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഷോ ചെയ്യും. ഇനി നമുക്ക് ആ ഗ്രൂപ്പിനകത്തേക്ക് ജോൺ എന്ന് പറഞ്ഞ യൂസർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് യൂസർ ടു ഗ്രൂപ്പ്, യൂസർ നെയിം ഏതാണോ അത് കൊടുക്കുക, ഗ്രൂപ്പ് ഏതാണോ അതും കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ ആഡായിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്രൂപ്പിൽ പോയിട്ട് യൂസർ ആഡായൊന്ന് ചെക്ക് ചെയ്യാം, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ ആ ജോൺ എന്ന് പറഞ്ഞ യൂസർ ആഡ് ആയിട്ടുണ്ട്. ഇനി പെർമിഷനാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ പെർമിഷനിൽ ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് പെർമിഷൻ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ ഓൾറെഡി ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തായിരുന്നു.
ആ പോളിസി നമുക്ക് ഫെച്ച് ചെയ്യാം. ഓൾറെഡി എനിക്കറിയാം, ഞാൻ ഓൾറെഡി ഫെച്ച് ചെയ്യാൻ ക്വറി ചെയ്ത് നോക്കാം അതിൻ്റെ ARN കിട്ടാൻ വേണ്ടി. അപ്പോൾ ലിസ്റ്റ് പോളിസി വെച്ച് കമാൻഡ് കൊടുത്തിട്ട് ക്വറി ചെയ്ത് നോക്കാം. അപ്പോൾ ലിസ്റ്റ് പോളിസി കൊടുക്കുക, ക്വറി ഏതാണോ അത് കൊടുക്കുക. ഞാനപ്പോൾ EC2 S3 full എന്ന് പറഞ്ഞൊരു പോളിസി നെയിമാണ് കൊടുത്തിരുന്നത്. അത് വെച്ചിട്ട് ഞാൻ ക്വറി ചെയ്തു, അതിൻ്റെ എനിക്ക് ARN കിട്ടി. ഞാനത് കോപ്പി ചെയ്തിട്ട് ഞാനത് അറ്റാച്ച് പോളിസിയുടെ അവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഗ്രൂപ്പിലേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ IAM ഗ്രൂപ്പ് അറ്റാച്ച് ഗ്രൂപ്പ് പോളിസി എന്നാണ് കൊടുക്കേണ്ടത്. ഏത് യൂസർക്കാണോ അത് കൊടുക്കുക. അതായത് അറ്റാച്ച് ഗ്രൂപ്പ് പോളിസി, ആ പോളിസിയുടെ ARN ഏത് ഗ്രൂപ്പിനകത്തേക്കാണോ ആ പോളിസി അറ്റാച്ച് ചെയ്യേണ്ടത് അതും കൊടുക്കുക. ടെൻഡർ അടിക്കുക. എൻ്റെ പെർമിഷനിൽ ആ EC2 S3 full എന്ന് പറഞ്ഞ പോളിസി അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി ജോൺ എന്ന് പറഞ്ഞ യൂസർക്ക് S3യും EC2യും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. യൂസർ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം പറ്റും. ഫുൾ പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് അറ്റാച്ച് ചെയ്ത പോളിസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലിസ്റ്റ് അറ്റാച്ച്ഡ് ഗ്രൂപ്പ് പോളിസി എന്നാണ് കൊടുക്കേണ്ടത്. ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പ് നെയിം കൊടുക്കുക. ഇപ്പോൾ ഒരു പോളിസി മാത്രമേ അറ്റാച്ച് ചെയ്തുള്ളൂ, അതുകൊണ്ടാണ് ആ ഒരെണ്ണം മാത്രം കാണിച്ചത്. നമുക്ക് ആ യൂസർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ പോളിസി അറ്റാച്ച് ചെയ്തിട്ട് നോക്കാം. പക്ഷേ യൂസർക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത പോളിസി മാത്രമേ കാണിക്കുകയുള്ളൂ. ഗ്രൂപ്പിലുള്ള പോളിസി ഇവിടെ ലിസ്റ്റ് ചെയ്യില്ല. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നേരത്തെ IAM പോളിസി മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഡയറക്റ്റ്ലി ആ യൂസർക്ക് ഏത് പോളിസിയാണോ അറ്റാച്ച് ചെയ്തത് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് കൺസോളിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ പോളിസി ഉണ്ടെന്നുള്ളത്, ആ യൂസർക്ക് അറ്റാച്ച് ആയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ പെർമിഷനിൽ വന്നു, IAM പോളിസി ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ താഴത്ത് ഗ്രൂപ്പിൽ നിന്ന് EC2 S3 ഫുൾ പെർമിഷനും അറ്റാച്ച് ആയിട്ടുണ്ട്. ഇത് യൂസർ ലെവലിൽ അറ്റാച്ച് ആയിട്ടുള്ള പോളിസി മാത്രമേ ഇവിടെ ഈ കമാൻഡിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിനി EC2 S3 നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. CLI വഴി കമാൻഡ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ S3 AWS S3 LS അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജോൺ എന്ന് പറഞ്ഞ യൂസറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫൈൽ കൊടുക്കണം. പ്രൊഫൈൽ നെയിം കൊടുക്കുക. നേരത്തെ എനിക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല, ആക്സസിഡിനെ ആയിരുന്നു. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം വർക്ക്. ഇപ്പോൾ എനിക്ക് ജോൺ എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് ബക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. EC2 ഇപ്പോൾ ഒന്നുമില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IAM ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓൾറെഡി പെർമിഷൻ ഉള്ളതാണ്. IAM എനിക്ക് വർക്കിംഗ് ആണ്. അതേപോലെ EC2 കൂടി നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. പക്ഷേ EC2 ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണിക്കത്തില്ല, നള്ളായിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ആക്സസ് ഇല്ലെങ്കിൽ ആക്സസിഡിനെ കാണിച്ചു തന്നെ. ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ EC2 S3 അതേപോലെ IAM എല്ലാം പെർമിഷനെല്ലാം വർക്കിംഗ് ആണ് ജോൺ എന്ന് പറഞ്ഞ യൂസറിന്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡിറ്റാച്ച് ഗ്രൂപ്പ് പോളിസി ഈ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. ആ പോളിസി ARN കൊടുത്താൽ മതി. അതുപോലെ യൂസർ ലെവലിൽ പോളിസി ഡിറ്റാച്ച് ചെയ്യാനായിട്ട് സെക്കൻഡ് കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇനി ഒരു യൂസർ റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ യൂസർ നെയിം ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പും പറഞ്ഞു കൊടുക്കണം. റിമൂവ് യൂസർ ഫ്രം ഗ്രൂപ്പാണ് അതിൻ്റെ മെയിൻ കമാൻഡ്. അപ്പോൾ ഞാനിപ്പോൾ റിമൂവ് ചെയ്തു. ജസ്റ്റ് ആ ഗ്രൂപ്പിനകത്ത് വന്നതിന് ശേഷം നമുക്ക് ആ യൂസർ പോയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ആ ഗ്രൂപ്പ് എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. പക്ഷേ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെർമിഷനും അതേപോലെ പോളിസി എല്ലാം നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാനായിട്ട് വരില്ല. അവിടെ മസ്റ്റ് ഡിറ്റാച്ച് ഓൾ പോളിസി ഫസ്റ്റ്, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഡിറ്റാച്ച് ചെയ്യുക, പോളിസി ഡിറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഞാനിപ്പോൾ പോളിസി ഡിറ്റാച്ച് ചെയ്യുവാണ്. ഇപ്പോൾ ഡിറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിലീറ്റ് ഗ്രൂപ്പ് കൊടുത്തു. ഇപ്പോൾ ഗ്രൂപ്പും റിമൂവ് ആയിട്ടുണ്ട്. ഇനി യൂസറെ നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. സെയിം കമാൻഡ് തന്നെയാണ്. ആദ്യം തന്നെ ഡിറ്റാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം യൂസറെ ഡിലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് എറർ കാണിക്കുന്നതെന്ന് അറിയാം. സെയിം എറർ തന്നെ ആയിരിക്കും. മസ്റ്റ് ഡിറ്റാച്ച് ഓൾ പോളിസി ഫസ്റ്റ് എന്ന് കാണിക്കും. ഓക്കെ, ഇതിനകത്ത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോളിസി ആദ്യം ആ യൂസറിൽ നിന്ന് റിമൂവ് ചെയ്യുക.
എന്നിട്ട് വേണം ഡിലീറ്റ് ചെയ്യാനായിട്ട്. ആക്സസ് കീ ഉണ്ടെങ്കിൽ ആക്സസ് കീയും കൂടി റിമൂവ് ചെയ്യേണ്ടി വരും. അവർ പറയുന്നുണ്ട് മസ്റ്റ് ഡിലീറ്റ് ആക്സസ് കീ ഫസ്റ്റ്. അപ്പോൾ ആക്സസ് കീയും ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ യൂസറെ CLI വഴി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആക്സസ് കീ ഞാൻ നേരത്തെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആക്സസ് കീ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഇതാണ്. ഡിലീറ്റ് ആക്സസ് കീ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഏത് യൂസറിൽ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള കമാൻഡും പറഞ്ഞു കൊടുക്കുക. അതും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ സക്സസ് ആയിട്ട് റിമൂവ് ആവും. ആദ്യം തന്നെ യൂസറിൽ നിന്ന് ആക്സസ് കീയും പോളിസിയും എല്ലാം ഡിറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്തത്. ഇപ്പോൾ യൂസറും ഗ്രൂപ്പും എല്ലാം എൻ്റെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.